الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب اشرح لي صدري ويسر لي أمري സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം അള്ളാഹുവിനെ ജീവിതത്തിൽ സദാ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ചെറിയ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചാൽ വളരെ കുറച്ച് വെള്ളം കൊണ്ട് തന്നെ ആ ഗ്ലാസ് നിറയുകയും പിന്നീട് ഒരു തുള്ളി വെള്ളം അതിലേക്ക് ഇടുമ്പോൾ തന്നെ അത് ഓവർഫ്ലോ ആയി പുറത്തേക്ക് പോവുകയും ചെയ്യും എന്നത് നമുക്കറിയാം. എന്നാൽ അതേ വെള്ളം ഒരു വലിയ പാത്രത്തിലോ ഒരു വലിയ ഗ്ലാസ്സിലോ ഉപയോഗിക്കുകയാണെങ്കിൽ, നിറയ്ക്കുകയാണെങ്കിൽ അത് വളരെ വേഗത്തിൽ അത് സ്വീകരിക്കുകയും ധാരാളമായ സ്ഥലം അതിൽ ഉണ്ടാവുകയും ചെയ്യും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഞാനിത് പറഞ്ഞത് മനുഷ്യന്റെ ഹൃദയവും അതുപോലെയാണ്. ഹൃദയം എന്ന് പറയുമ്പോൾ ഇടുങ്ങിയ ഹൃദയങ്ങളിലേക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളും ഉത്കണ്ഠകളും മറ്റ് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അത് കൃത്യമായി മാനേജ് ചെയ്യാൻ സാധിക്കാതെ അതിന്റെ പേരിൽ വല്ലാത്ത പ്രയാസഘട്ടങ്ങളിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം ഇടുങ്ങിയ മനസ്സുകൾക്കുണ്ടാകും. എന്നാൽ ഹൃദയവിശാലതയുള്ള ഒരു ഹൃദയമാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ വന്നാലും അതിനെ കൃത്യമായി ഒരു വിശ്വാസിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹൃദയവിശാലത ലഭിച്ചിട്ടില്ലെങ്കിൽ അവൻ നേടുന്ന അറിവ്, ഇൽമ്, അതുപോലെ ഈമാൻ, അവന്റെ വിശ്വാസം, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി
പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊണ്ട് ജീവിതം നയിക്കുവാനും സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടാവുക. വിശാലമായ ഒരു ഹൃദയത്തിന്റെ ഉടമയ്ക്ക് അറിവുകളെ കൃത്യമായി തിരിച്ചറിവുകളായി വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഞാൻ ആമുഖമായി ഓതിവെച്ച പരിശുദ്ധ ഖുർആനിലെ വചനം സൂറത്തു ത്വാഹയിലെ ആയത്തുകളാണ്. ഖുർആനിൽ ധാരാളം പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാമിനെ ഒരു ഉത്തരവാദിത്തം അള്ളാഹു ഏൽപ്പിച്ചപ്പോ മറ്റ് കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് ഏറ്റവും പ്രധാനമായും അത് നിർവഹിക്കുവാൻ റബ്ബിനോട് തേടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഓതി വെച്ചിട്ടുള്ളത്. ഖാല റബ്ബി ഇശ്റഹ് ലീ സദ്രി, അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ നീ വിശാലത നൽകണേ, എന്റെ കാര്യങ്ങളെ നീ എളുപ്പമാക്കി നൽകണേ എന്ന പ്രാർത്ഥന. ലോകത്തെ പ്രവാചകന്മാര് പോലും ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ തിരക്കുകൾക്കിടയിലും പ്രയാസങ്ങളും ആകുലതകളും നമ്മുടെ മനസ്സിനെ വല്ലാതെ വീർപ്പുമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ പലപ്പോഴും നാം അനുഭവിക്കുന്ന വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഇടുക്കമാണ്, ഹൃദയത്തിന്റെ കുടുസതയാണ്. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി, ഒരു സമാധാനമില്ലാത്ത അവസ്ഥയായി പലപ്പോഴും ഈ തിരക്കുകളുള്ള ജീവിതത്തിന്റെ ഇടയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നമ്മൾ ഹൃദയ വിശാലതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടോ? എത്രമാത്രം നമ്മൾ ആ ഒരു പ്രാർത്ഥന റബ്ബി ഇശ്റഹ് ലീ സദ്രി, അല്ലാഹുവേ എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ എന്ന് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന എത്ര ആളുകൾ കൃത്യമായി അത് നമ്മൾ നിർവഹിക്കുന്നുണ്ട്? മനസ്സിന്റെ വിശാലതയും സമാധാനവും കണ്ടെത്താൻ പരിശുദ്ധ ഖുർആൻ നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ സമാധാനത്തിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല മാർഗങ്ങളാണ് അവർ സ്വീകരിക്കുന്നത്, പല ഇടങ്ങളിലേക്ക് എത്തിപ്പെടുന്നു, പല യാത്രകൾ ചെയ്യുന്നു, പല നിലക്കുള്ള പരിഹാര മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ആർക്കും എവിടെയും സമാധാനം കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ. ഇവിടെയാണ് ഒരു സത്യവിശ്വാസിക്ക് അവന്റെ മനസ്സിന് വിശാലത കിട്ടാൻ പരിശുദ്ധ ഖുർആൻ ചില മാർഗങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആന്റെ വെളിച്ചത്തിൽ മനുഷ്യരുടെ ഹൃദയം വിശാലമാകാൻ അള്ളാഹു നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹൃദയവിശാലതയ്ക്ക് ഏറ്റവും ആഴമായി, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ച വിഷയം എന്നത് ഹൃദയവിശാലതയുടെ മഹാകവാടമായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് തൗഹീദാണ്. ഏകദൈവ വിശ്വാസം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അത്തരം ഒരു മുഅ്മിനിന് അവന് ഹൃദയവിശാലത ലഭിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി വഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതത്തിലൂടെ ആർക്കെങ്കിലും അള്ളാഹു ഹൃദയം തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ഇരുട്ടിലാവുകയില്ല, അള്ളാഹുവിന്റെ പ്രകാശത്തിലാണ് അവൻ ഉള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിൽ 22-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹൃദയവിശാലതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാണ് തൗഹീദ്. തൗഹീദ് ഇല്ലാത്തവൻ ഇരുട്ടിൽ തപ്പിയവനാണ്, അവനൊരു സമാധാനവും ലഭിക്കുകയില്ല. പുറമെ കാണുമ്പോൾ വളരെ സമാധാനം എന്നൊക്കെ തോന്നും, അവന്റെ മനസ്സ് വളരെ കുടുസായിരിക്കും. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ സാദുൽ മആദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് വളരെ തൗഹീദിന്റെ ആ ഒരു പ്രഭ, അതൊരു മനുഷ്യന്റെ ഹൃദയത്തിന് വിശാലത ഉണ്ടാക്കുന്നത് വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരാളുടെ ഹൃദയത്തിന് ഇൻശിറാഹു സദ്ർ, ഹൃദയ വിശാലത ലഭിക്കുക? ഫഅഅ്ളമു അസ്ബാബിൽ ഇൻശിറാഹു സദ്ർ, ഒരു മനുഷ്യന് ഹൃദയ വിശാലത കിട്ടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അദ്ദേഹം പറയാം, അത്തൗഹീദു അലാ ഹസ്ബി കമാലിഹി വഖുവതിഹി വസിയാദതിഹി യകൂനു ഇൻശിറാഹു സദ്രി സാഹിബിഹി. തൗഹീദാണ് ഹൃദയ വിശാലതയുടെ ഏറ്റവും വലിയ കാരണം. അത് ഹൃദയത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളെയും തുടച്ചു നീക്കും. ഭയത്തെ, അതുപോലെ തന്നെ സങ്കടത്തെ എല്ലാം ദൂരീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൗഹീദ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. തൗഹീദ് എന്ന് പറയുന്നത് നമ്മൾ പ്രസംഗിക്കാറുണ്ട്, തൗഹീദ് നമ്മൾ വായിക്കാറുണ്ട്, തൗഹീദ് നമ്മൾ കേൾക്കാറുണ്ട്. അതൊരു വെറും വാക്കല്ല. തൗഹീദ് എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുന്ന, ഹൃദയത്തിൽ മനസ്സിനെ നിറയ്ക്കുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന വലിയ ഒരു ശക്തിയാണ് തൗഹീദ് എന്ന് പറയുന്നത്. അത് ഒരാൾക്ക് മനസ്സിലായാൽ, അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ
അത് കേവലം കേൾവിയോ വായനയ്ക്കപ്പുറത്ത് ഹൃദയത്തിലേക്ക് തൗഹീദ് ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മുവഹിദായി കഴിഞ്ഞാൽ, എന്റെ റിസ്ക്, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതേത് പരീക്ഷണങ്ങളാണെങ്കിലും ആ പരീക്ഷണങ്ങളെല്ലാം ഒരേ ഒരു റബ്ബായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവിൽ നിന്നാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആ നിലക്ക് പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയായി മാറുകയാണ്. അത്തരം ഒരു മനുഷ്യൻ പിന്നെ ആരെ പേടിക്കാനാണ്? അത്തരം ഒരു മനുഷ്യൻ പിന്നെ ആരോടാണ് അവൻ പകവെച്ചുകൊണ്ട് നടക്കുന്നത്? അത്തരം ഒരു വ്യക്തി പിന്നീട് അവന്റെ മനസ്സിൽ ആരോടെങ്കിലും അസൂയ അവൻ കാത്തു സൂക്ഷിക്കുമോ? ഇല്ലല്ലോ. എല്ലാം അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് തൗഹീദ് രൂഢമൂലമാവുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലൊക്കെ അസൂയ വരാനുള്ള കാരണം, പക വരാനുള്ള കാരണം, മനസ്സിലേക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രയാസമായി മാറാനുള്ള കാരണം പിന്നെ എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ തൗഹീദിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ തൗഹീദിൽ ജീവിക്കുന്നില്ല. തൗഹീദിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയാത്തത് കൊണ്ടാണ് ചെറിയ പ്രയാസങ്ങൾ മനസ്സിനെ വല്ലാതെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ വാക്കുകൾ പോലും മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പിക്കുന്നത്, വേദനിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരാളുടെ മനസ്സിലേക്ക് കയറിയാൽ അന്ന് മുതൽ അവന്റെ ഹൃദയ വിശാലത ഉണ്ടാവുകയാണ്. മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ മോചിപ്പിക്കപ്പെടുകയാണ്. സൃഷ്ടാവിന്റെ അടിമത്തത്തിലേക്ക് അവൻ യാത്ര ചെയ്യുകയാണ്. അള്ളാഹുവുമായി അവന് ബന്ധമുണ്ടാകുന്നു. ആ ബന്ധത്തിലേക്ക്, ആ വിശാലമായ ലോകത്തേക്ക് അവൻ യാത്ര ചെയ്യുന്നു. അതാണ് മനസ്സിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. തൗഹീദ് മനുഷ്യനെ സൃഷ്ടികളുടെ അടിമത്തിൽ സൃഷ്ടാവിന്റെ അടിമത്തത്തിലേക്ക് മോചിപ്പിക്കുമ്പോൾ മറ്റാരെയും ഭയപ്പെടാനില്ലാത്ത, മറ്റാരോടും തേടാനില്ലാത്ത, മറ്റാരോടും ഇസ്തിഗാസ ചെയ്യാനില്ലാത്ത, ഇസ്തിആനത്ത് ചെയ്യാനില്ലാത്ത, ലോകത്തിന്റെ സൃഷ്ടാവിനോട് മാത്രം എല്ലാം ചോദിക്കാനും പറയാനും കഴിയുന്ന ഒരു മനസ്സിന്റെ ഉടമയായി, ഒരു അവസ്ഥയായി അവൻ മാറുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഒരു ആശ്വാസം വിവരിക്കാൻ കഴിയാത്ത, വിവരണാതീതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തൗഹീദ് അത്ര പവറുള്ള ഒരു കാര്യമാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ നേരെ വിപരീതമാണ് ശിർക്ക്. ബഹുദൈവ വിശ്വാസം, അള്ളാഹുവിന് പങ്കുചേർക്കുക, കുഫർ. അത് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ശ്വാസം മുട്ടിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവനോട് തേടിയാൽ, പ്രാർത്ഥിച്ചാൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് എന്ന് അള്ളാഹു പറഞ്ഞത്. അവനെ പക്ഷി റാഞ്ചിക്കൊണ്ട് പോയേക്കാം. ഒരു ലക്ഷ്യവുമില്ലാത്ത, ഒരു ദിശയും അറിയാത്ത മനുഷ്യനെ പോലെ അവനിവിടെ ജീവിക്കും. അവനൊരു ഹൃദയ വിശാലത ഉണ്ടാവുകയില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകൾ നോക്കിയാൽ മതി. ഏതെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഖബറിന്റെ മുന്നിലേക്ക്, മഖാമിന്റെ മുന്നിലേക്ക്, ഏതെങ്കിലും ബീവിമാരുടെ മുന്നിലേക്ക്, തങ്ങന്മാരുടെ മുന്നിലേക്ക് എല്ലാം അവിടെ അഭയം കാണുകയും ജീവിതത്തിന്റെ പ്രതീക്ഷകളും ഭയങ്ങളും സ്നേഹങ്ങളും തൗഹീദിന്റെ വിഭാഗങ്ങളൊക്കെ അത്തരം ഇടങ്ങളിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്ന ആളുകൾ. നമ്മുടെ നാട്ടിൽ ഖബറുണ്ട്, അത്തരം ഖബറുകളുണ്ട് അല്ലെ? പല സ്ഥലങ്ങളിലും, കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും അത്തരം ഖബറുകളുണ്ട്. അവിടെ ഒരു പ്രയാസം ഉണ്ടാകുന്നു, നേരെ ഓടിപ്പോയി ആ ഖബറിന്റെ മുന്നിലേക്ക് പോയി അവിടുന്ന് ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ അവരുടെ മനസ്സെപ്പോഴും ഉത്സാഹിക്കും. അവരുടെ മനസ്സിൽ ഒരാശ്വാസം അതുകൊണ്ട് അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥയാണ്. തൗഹീദ് നൽകുന്ന സുരക്ഷിതത്വം അത് വളരെ വ്യക്തമാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധിയിലും അൽ മലിക്കായ, രാജാതിരാജനായ നാഥൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു മനുഷ്യന്റെ ബന്ധം, അതിനെയാണ് പണ്ഡിതന്മാർ ഇൻശിറാഹു സദ്ർ, ഹൃദയ വിശാലത, യഥാർത്ഥ ഹൃദയ വിശാലത എന്ന് പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി പണ്ഡിതന്മാർ കൊടുക്കുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത് മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഖത്താബിന്റെ ചരിത്രം. ഇസ്ലാം സ്വീകരിക്കുന്നതിന് ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയായിരുന്നു? കൂടുതൽ വിശദീകരിക്കാതെ അറിയാലോ. ധിക്കാരിയും പോക്കിരിയും, ആര് കണ്ടാലും പേടിക്കുന്ന, ആരോടും എന്ത് ദ്രോഹവും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത കട്ടിയുള്ള മനസ്സിന്റെ ഉടമയായ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് മുമ്പ് വളരെ പോക്കിരിയായിരുന്നു. എന്നാൽ ആ ഉമർ റളിയല്ലാഹു അൻഹു തൗഹീദ് സ്വീകരിച്ചപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതിന് ശേഷമുള്ള ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കൂ. യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വെള്ളം കിട്ടാതെ ചത്താൽ അതിന് പോലും ലോകത്തിന്റെ നാടിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമെന്ന് ഭയപ്പെട്ട വിശാല ഹൃദയത്തിന്റെ ഉടമയായി ഉമർ ഖത്താബ് മാറിയത് ആ തൗഹീദ് ഹൃദയത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ലോകമുറങ്ങുന്ന സമയത്ത് ഭരണാധികാരിയായിട്ട് പോലും ഒരു വൃദ്ധസ്ത്രീയുടെ പരിചരണം നിർവഹിക്കുവാൻ വേണ്ടി വേഷപ്രച്ഛന്നനായി കടന്നു ചെല്ലുന്ന ഉമർ ഇസ്ലാമിക ലോകത്ത് സൃഷ്ടിച്ചത് തൗഹീദ് ഹൃദയത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ടാണ്.
എല്ലാ തെറ്റിൽ നിന്നും അവന് മോചനം ലഭിക്കും തൗഹീദ് കയറിയാൽ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ആദ്യം നബി ഞങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഒരാൾ ഹൃദയത്തിലേക്ക് തൗഹീദ് പ്രവേശിച്ചാൽ അവൻ വിദ്അത്ത് ഇല്ലാതാക്കും, ഉപേക്ഷിക്കും. അതുപോലെ തന്നെ പകയും വിദ്വേഷവും വെറുപ്പും എല്ലാം അവന്റെ മനസ്സിൽ നിന്നും ദൂരേക്ക് പോകും. കാരണം അവന്റെ ഹൃദയം അത് തൗഹീദ് കൊണ്ട് വിശാലമാകും. സഹോദരങ്ങൾ, അതുകൊണ്ട് തൗഹീദ് ജീവിക്കണം. അത് മനസ്സിലേക്ക് ഉറപ്പിക്കാൻ, ലോകത്തിന്റെ നാഥനിലേക്ക് എല്ലാം സമർപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ. ഇതാണ് തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടം എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ വിഷയം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇനാബത്തു ഇലല്ലാഹ്, ഒരു ഇനാബത്ത് ഉണ്ടാവുക, അല്ലാഹുവിലേക്കുള്ള മടക്കം ഒരു മനുഷ്യൻ ഉണ്ടാകണം. ഈ ഒരു പോയിന്റ് വിശദീകരിക്കുമ്പോൾ മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അത് എപ്രകാരമാണെന്ന് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അൽ ഇനാബത്തു യഖൂഫുൽ ഖൽബി അലല്ലാഹി അസ്സ വജൽ, പരിപൂർണമായും ഒരു മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിലേക്ക് കേന്ദ്രീകരിക്കുക. ബിമഹബ്ബതിഹി വഖൂഫിഹി വറജാഇഹി, അവന്റെ പ്രതീക്ഷയിലും അവന്റെ ഭയത്തിലും അതുപോലെ തന്നെ അവന്റെ ഇഷ്ടങ്ങളിലും തൗഹീദിന്റെ വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുന്നതാണ് ഇനാബത്തു ഇലല്ലാഹ് എന്ന് പറയുക. റബ്ബിലേക്കുള്ള പൂർണ്ണമായ മടക്കം, സ്നേഹത്തോടെ, ഭയത്തോടെ, പ്രത്യാശയോടെ, ഹൃദയത്തോടുകൂടി അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യനെ മടങ്ങാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, എന്ത് തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും റബ്ബിലേക്ക് മടങ്ങാൻ ഒരാൾ തയ്യാറാവുക എന്നതാണ്. തെറ്റ് ചെയ്യുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതല്ല ആ ഇനാബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് അദീം, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും വാക്ക് നമ്മൾ പറയാറുണ്ട്. ഇനാബത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ഹൃദയപൂർണ്ണമായും തിരിഞ്ഞു പോകുന്ന ഒരു യാത്രയ്ക്കാണ് ഇനാബത്തു ഇലല്ലാഹ് എന്ന് പറയുന്നത്. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ പലതിലേക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരിലേക്ക് ഓടുന്നു, ദുനിയാവിന്റെ ആഗ്രഹങ്ങളിലേക്ക് ഓടുന്നു, നൂറായിരം സ്വപ്നങ്ങളുടെ പിന്നാലെ അതിന്റെ കൂടെ ഓടുന്നു, രാഷ്ട്രീയത്തിന്റെ പിന്നാലെ ഓടുന്നു, അങ്ങനെ പല കാര്യങ്ങളുടെ പിന്നാലെയും മനുഷ്യർ ഓടുന്നു. പക്ഷേ അതിന്റെയൊക്കെ അവസാനം അവൻ എന്തെങ്കിലും ഒരു സമാധാനവും ഒരു ഹൃദയവിശാലതയും അതുകൊണ്ട് അവന് ലഭിക്കുന്നുണ്ടോ? ഇല്ല എന്നതാണ്. അവിടെയൊന്നും ഹൃദയത്തിന് ശാന്തി കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, സ്വസ്ഥത കിട്ടുന്നില്ല, ഒരു നിർഭയത്വം ഉണ്ടാകുന്നില്ല. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവും അതിന്റെ സുഖസൗകര്യങ്ങളും അതിന് നമ്മൾ ലഭിക്കുന്ന ആശ്വാസങ്ങളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ലോകത്തിന്റെ നാഥനിലേക്ക് ഓടാനാണ് എന്ന ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് അവൻ ഓടാൻ തയ്യാറാകുന്നു. അതിനെയാണ് ഇനാബത്തു ഇലല്ലാഹ് എന്ന് പറയുന്നത്, അള്ളാഹുവിലേക്കുള്ള പരിപൂർണമായ മടക്കം. എനിക്ക് റബ്ബ് മതി എന്ന് പറയുന്ന ഒരവസ്ഥ ഇത് വന്നാൽ പഴയ പാപങ്ങൾ പോലും ജീവിതത്തെ അലോസരപ്പെടുത്തുകയോ നമ്മളെ തകർക്കുകയോ ചെയ്യുകയില്ല. ജീവിതത്തിലെ പ്രയാസങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് വരികയും നമ്മളെ തളർത്തുകയില്ല. കാരണം ഹൃദയം ശരിയായ വിലാസത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ലോകത്തെവിടെ ഓടിയാലും കിട്ടാത്ത ശാന്തി അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കും എന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്. ഖുർആൻ പറഞ്ഞു, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ വലാകിൻ കസത് ഖുലൂബുഹും, അവരിലേക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ ആ കൂട്ടനായ ആളുകൾ അവരെന്താ ചെയ്യുക? അവരുടെ മനസ്സ് കടുത്തുപോയത് കാരണം അള്ളാഹുവിലേക്ക് അവർ മടങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പക്ഷെ അവർ മടങ്ങുന്നില്ല. കാരണം അവരുടെ ഹൃദയം കടുത്തുപോയി. അള്ളാഹുവിലേക്ക് മടങ്ങാത്തവരുടെ ഹൃദയം കടുത്തുപോകും. ഹൃദയവിശാലത ലഭിക്കുന്നത് ആരാണ്? അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാവുന്നവരാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ ചോദിച്ചത്. നമ്മൾ എന്തൊക്കെ കണ്ടാലും, എന്തൊക്കെ കാര്യങ്ങൾ കേൾക്കുന്നു, എത്ര മരണങ്ങൾ കാണുന്നു, എത്ര ആക്സിഡന്റുകൾ കാണുന്നു, എത്ര പ്രകൃതി ദുരന്തങ്ങൾ കാണുന്നു, എത്ര പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു, എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് പൂർണ്ണമായി മടങ്ങാൻ കഴിയുന്നില്ല. നമ്മളൊക്കെ തൗബ ചെയ്യും, വീണ്ടും തെറ്റിലേക്ക് പോകും, വീണ്ടും നമ്മൾ കാണുന്ന കാഴ്ചകളിലേക്ക് നമ്മൾ മിന്നിമറയും, ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒഴിവാക്കി പോകുന്നു, ദുനിയാവിന്റെ ആസ്വാദനങ്ങളിൽ മുങ്ങിമറയുന്നു. അതാണ് അള്ളാഹ് ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് വരാൻ ഇപ്പോഴും നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ ഹദീദിലൂടെ. അതുകൊണ്ട് പൂർണ്ണമായും സഹോദരങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. അതിന് പിന്നീട് സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് അള്ളാഹുവിന് അത്രയേറെ ഇഷ്ടമാണ് അവരെ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി മുസ്ലിം ധരിക്കുന്ന ഹദീസിൽ പഠിപ്പിച്ചില്ല, അശദ്ദു ഫറഹൻ ബിതൗബത്തിൽ അബ്ദി, ഒരടിമ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് പൂർണ്ണമായും ഇനാബത്ത് സംഭവിച്ചാൽ, ഒരു മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ ഒട്ടകം, ഭക്ഷണവും പാനീയവും എല്ലാമായി ഒരു ഒട്ടകം ഒരു മനുഷ്യന്റെ മരുഭൂമി നഷ്ടപ്പെട്ടാൽ പിന്നീട് അവന് മരണമാണ്. അവനെ ദിക്കറിയില്ല, അവന്റെ യാത്രാവാഹനം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ അവന്റെ മുന്നിലേക്ക് ആ ഭയത്തിന്റെ സന്ദർഭത്തിൽ ആ ഭക്ഷണം ഉൾപ്പെടെയുള്ള ആ വാഹനം തിരിച്ചു കിട്ടുമ്പോൾ ആ മനുഷ്യന് കിട്ടുന്ന സന്തോഷം എത്രയാണോ, അതിനേക്കാൾ വലിയ സന്തോഷമാണ് ഒരടിമ തെറ്റിലേക്ക് പോയിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാതെ ലോകത്ത് ജീവിച്ചിട്ട് പെട്ടെന്ന് റബ്ബിലേക്ക്
ഇനാമത്തുൽ അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം അത്ര അതിനേക്കാൾ വലുതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഹൃദയവിശാലതയുടെ രണ്ടാമത്തെ വിഷയം അതാണ്. തെറ്റുകളിലൊക്കെ മാറി പൂർണ്ണമായും അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കാൻ, റബ്ബിലേക്ക് മടങ്ങാൻ ഒരു മനുഷ്യൻ തയ്യാറാവുക എന്നതാണ്. മൂന്നാമതായി പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം അസ്സലാത്ത്, നമസ്കാരമാണ്. നമസ്കാരം ആശ്വാസത്തിന്റെ, ഹൃദയവിശാലതയുടെ തണലായി ഇസ്ലാം പരിചയപ്പെടുത്തുകയാണ്. ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഹൃദയത്തിന് ശ്വാസം മുട്ടുമ്പോൾ വിശ്വാസികൾ ലഭിക്കുന്ന ആശ്വാസത്തിന്റെ സങ്കേതമാണ് അസ്സലാത്ത്, നമസ്കാരം എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞു വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഇല്ലേ, അള്ളാഹുവിലേക്ക് വിനീതമാകുന്ന മനസ്സുകൾക്ക് വളരെ എളുപ്പമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞു. അല്ലാത്തവർക്ക് അതൊരു വലിയ ഭാരമാണ്, വലിയ വിഷയമാണ് അവർക്ക്. എന്നാൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന വിനയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തിയിരിക്കുന്നത്. പ്രയാസം നേടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ ആശ്വാസത്തിന് വേണ്ടി നേടിയിരുന്ന മാർഗം എന്ന് പറയുന്നത് നമസ്കാരമായിരുന്നു എന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കാനുള്ള സ്ഥലമാണ് മുസല്ല എന്നത് നമ്മളത് തിരിച്ചറിയണം, അത് മനസ്സിലാക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ ഒരുപാട് പ്രയാസം ഉണ്ടായ സമയത്ത് അള്ളാഹ് പറഞ്ഞത്, നിന്റെ പ്രയാസം ഞാൻ അറിയുന്നുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യുക, സുജൂദ് ചെയ്യുന്നവരോടൊപ്പം ഉണ്ടാവുക. നിന്റെ പ്രയാസങ്ങൾക്ക് അതാണ് പരിഹാര മാർഗം. സമാധാനമുള്ള ഒരു ഹൃദയത്തിന് അതാണ് കാര്യം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ബിലാലിനെ വിളിച്ച് പറയാറുണ്ടായിരുന്നു, ബിലാലെ, നമസ്കാരത്തിലേക്ക് ഞങ്ങൾക്ക് ആശ്വാസം നൽകൂ എന്ന് പ്രവാചകൻ ബിലാലിനോട് പറയാറുണ്ടായിരുന്നു. നമസ്കാരം അവർക്ക് ഒരു ആശ്വാസമായിട്ടാണ് കണ്ടിരുന്നത്. നമസ്കാരം ഒരു ബാധ്യതയായി നമ്മൾ എടുക്കരുത്. നമുക്കൊക്കെ ഒരു ബാധ്യതയാണ് നമസ്കാരം. 5 നേരം നമസ്കരിക്കണം, ദുആ നമസ്കരിക്കണം, ഒരു ബാധ്യതയാണ്. അങ്ങനെ ചെയ്താൽ, ആ ബാധ്യത മാത്രമായി കണ്ടാൽ നമുക്കതൊരു ഭാരമാണ്. എന്നാൽ അതിനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള, എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു ആശ്രയമായി നമ്മൾ 5 നേരത്തെ നമസ്കാരത്തെ കണ്ടാൽ അത് നമുക്കൊരു തണലായി മാറും. ആ നിലക്കുള്ള ഒരു നമസ്കാരക്കാരായി നമ്മൾ മാറണം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നമ്മൾ പലയിടത്തേക്കും ഓടാറില്ലേ? ദുഃഖങ്ങളിൽ നിന്ന് ഓടി അകലുന്നു. എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ എവിടെ പോയാലാണ് സമാധാനം കിട്ടുക? ചില ആളുകൾ ബീച്ചിലേക്ക് ഓടുന്നു, ചില ആളുകൾ പാർക്കിലേക്ക് ഓടുന്നു, ചില ആളുകൾ എവിടെങ്കിലും സമാധാനം കിട്ടുമെന്ന് അന്വേഷിച്ച് അവിടേക്ക് പോകുന്നു. ഇങ്ങനെയാണ് പലതിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്ന് ഓടുന്നു, സമ്മർദ്ദങ്ങളിൽ നിന്ന് ഓടി അകലുന്നു. സഹോദരങ്ങളെ, ഒരു വിശ്വാസിക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും അവന് ഒരു മുസല്ലയും ഉണ്ടെങ്കിൽ അവിടെ അവൻ ആശ്വാസം കണ്ടെത്താൻ കഴിയും. ആ നിലക്ക് ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം. പ്രവാചകനും സഹാബത്തും അങ്ങനെ ആയിരുന്നു എന്നതാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദിവസം അള്ളാഹു 5 തവണ നമ്മളെ ക്ഷണിക്കുകയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശമല്ല, റബ്ബിന്റെ ക്ഷണമാണ് വിശ്വാസം. പള്ളിയിലേക്ക് നമസ്കാരത്തിന് വരൂ, വിജയത്തിലേക്ക് വരൂ, നിങ്ങളുടെ മനസ്സിനെ നൽകിയിട്ട് പോകൂ എന്ന് അള്ളാഹ് പറയാണ്. മനസ്സിന്റെ വിശാലത കിട്ടാൻ 5 നേരം അള്ളാഹു ക്ഷണിക്കുക. ആ ക്ഷണം സ്വീകരിക്കാൻ നമുക്ക് കഴിയണം എന്നതാണ്. സഹോദരങ്ങളെ, പക്ഷേ നമ്മളൊക്കെ പള്ളിയിലേക്ക് വരുന്നുണ്ട്. നമ്മൾ 5 നേരം വരും, നമ്മുടെ ശരീരം പള്ളിയിൽ വെക്കും, മനസ്സ് പലയിടത്തും പാറി നടക്കും. അങ്ങനെയല്ല, നമ്മുടെ മനസ്സിനെയും കൂടി അവിടെ വെക്കാൻ കഴിഞ്ഞാൽ മാത്രമേ, ഹൃദയം കൂടി സജതയുണ്ടായാൽ മാത്രമേ, ആ സജതയിൽ ഹൃദയം കൂടി വെക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ നമസ്കാരം ഒരു കടമയല്ല, ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ തണലാണ് എന്ന് നമുക്ക് അനുഭവിച്ചു തുടങ്ങും. ആ നിലക്ക് നമസ്കാരക്കാരായി മാറാൻ നമ്മൾ ശ്രമിക്കണം. ഒരുപാട് ഗുണങ്ങൾ നമസ്കാരം കൊണ്ടുണ്ട്. നമ്മൾ പലപ്പോഴായി വിശദീകരിച്ചിട്ടുള്ളതാണ്. വിജയത്തിന്റെ തൂണുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. മഹാനായ ഇബ്നു ഖയ്യിം പറഞ്ഞ ഒരു കാര്യം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഒരു കൃത്യമായ നമസ്കാരക്കാരന് കിട്ടുന്ന 8 ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അസ്സലാത്തു മജ്ലബത്തുൽ ലിസ്ഖ്, ഹാഫിളത്തുൽ ലിസ്സിഹ, ദാഫിയത്തുൽ ലിൽഅദാ, ത്വാരിദത്തുൽ അദ്വാ, മുഖവ്വിയത്തുൽ ഖൽബ്, മുബയ്യിനത്തുൽ വജ്ഹ്, മുഫറഹത്തുൽ നഫ്സ്, മുദ്ഹിബത്തുൽ കസ്ൽ. 8 കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? 1, മജ്ലബത്തുൽ ലിസ്ഖ്, ഉപജീവനം അല്ലാഹു കൊണ്ടു നൽകും, ആ നമസ്കാരം കൊണ്ടുതരും. ഹാഫിളത്തുൽ ലിസ്സിഹ, ആരോഗ്യം, നിങ്ങളുടെ ആരോഗ്യം അല്ലാഹു സംരക്ഷിക്കും. ദാഫിയത്തുൽ ലിൽഅദാ, ഉപദ്രവങ്ങളെ തടയും. ത്വാരിദത്തുൽ അദ്വാ, രോഗങ്ങളെ അകറ്റും. അതുപോലെ തന്നെ മുഖവ്വിയത്തുൽ ഖൽബ്, ഹൃദയത്തിന് ശക്തിപ്പെടുത്തും. മുബയ്യിനത്തുൽ വജ്ഹ്, മുഖത്തിന് പ്രകാശം നൽകും. മുഫറഹത്തുൽ നഫ്സ്, മനസ്സിനെ സന്തോഷിപ്പിക്കും. മുദ്ഹിബത്തുൽ കസ്ൽ, മടിയെ തുരത്തും, മടിയെ അകറ്റും. സഹോദരങ്ങളെ, ഈ 8 ഗുണങ്ങളും ഒരു നമസ്കാരക്കാരന് ലഭിക്കും. അതെങ്ങനെയാണ്? ഹൃദയം കൊണ്ട് നമസ്കരിക്കണം.
ആ നമസ്കാരം ഇരിക്കുന്ന ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ സൗഭാഗ്യങ്ങളൊക്കെ നേടാത്ത നമസ്കാരക്കാരായി ഇങ്ങനെ കേവലം ഒരു ബാധ്യത നിർവഹിക്കലായി നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. നമസ്കാരം അല്ലാഹുമായിട്ടുള്ള അഭിമുഖമാണ്. നമ്മൾ ദുനിയാവിലെ ഒരു ഉയർന്ന ഒരു രാജാവിനെ കാണണമെങ്കിൽ 100 കടമ്പകൾ നടക്കണം. നമ്മുടെ നാട്ടിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ കാണണം, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ ഇതുപോലെയുള്ള 100 കടമ്പകൾ കടന്നാലേ നമുക്ക് കാണാൻ പറ്റൂ. എന്നാൽ ഈ രാജ്യമെന്നല്ല, ലോകത്തിനെ ഈ പ്രപഞ്ചത്തിനെ മുഴുവനും പരിപാലിക്കുന്ന സിദ്ധാവായ സർവ്വലോക സംരക്ഷകനായ നിയന്താവിനെ കാണാൻ ഒരു മുസല്ലയും മതി. അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബിനോട് സംസാരിക്കാനും നമ്മുടെ പ്രയാസങ്ങൾ പറയാനും ചോദിക്കാനും ആ ഒരു കാര്യം അത്ര എളുപ്പമാണ്. അത് നേടിയെടുക്കാൻ, ഹൃദയവിശാലത നേടിയെടുക്കാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 4ാമത്തെ വിഷയം ഖുർആനാണ്, ഖുർആൻ പാരായണം. അതൊരു ആത്മീയമായ ചികിത്സയാണ്. ഖുർആൻ ഹൃദയങ്ങളുടെ രോഗത്തിന് ശമനമാണ്. ഖുർആനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ? ഖുർആൻ മാർഗദർശനമാണ്, നമ്മളെ വഴി കാണിക്കും, നന്മയിലേക്ക്, സന്മാർഗത്തിലേക്ക്, പ്രകാശത്തിലേക്ക് വഴി കാണിക്കും, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകണം. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. റബ്ബിൽ നിന്നുള്ള ഉപദേശമാണ് ഖുർആൻ. അവിടെ അവസാനിച്ചില്ല. അങ്ങനെ മാത്രമല്ല ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയവിശാലത, നിങ്ങളുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക്, ഉത്കണ്ഠകൾക്ക്, പ്രയാസങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക്, അസൂയകൾക്ക്, പകയ്ക്ക്, വിദ്വേഷത്തിന്, ഇതിനെല്ലാം ഉള്ള മരുന്നാണ് ഖുർആൻ എന്നല്ലാഹു വിശ്വസിക്കുന്നു. ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, അസൂയയിൽ നിന്ന്, ഹസദിൽ നിന്ന് ഒരു മനുഷ്യന് മോചനം ലഭിക്കാനുള്ള മരുന്നായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിന് സമാധാനമില്ല, വിഷാദം, പ്രയാസം എന്ന് പറഞ്ഞ് കൗൺസിലർമാരെ കാണാൻ പോകുന്നു, ഡോക്ടർമാരെ കാണാൻ പോകുന്നു, ഇല്ലേ? അതിനുവേണ്ടി ആളുകൾ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഖുർആൻ പറഞ്ഞു, ഖുർആൻ എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫയാണ് എന്ന് ലോകത്തിന്റെ നാഥൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ നിലക്ക് അതിനെ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. മൗഇദത്ത് മാത്രമല്ല, അതൊരു ശിഫ കൂടിയാണ് മനസ്സിന്റെ രോഗങ്ങൾക്ക്. അതൊരു അക്ഷരമായി ഖുർആനിനെ കാണാതെ ചിത്രാവിൽ നിന്നുള്ള സംസാരമാണെന്ന് മനസ്സിലാക്കി ആ സംഭാഷണത്തിൽ ആ നിലയ്ക്ക് ഹൃദയത്തോടുകൂടി ഏർപ്പെടാൻ ഒരാൾക്ക് സാധിച്ചാൽ ആ നിലയ്ക്കുള്ള മാറ്റം ഉണ്ടാകും. ഖുർആൻ നമ്മുടെ ഭരണഘടനയാകും. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ആ ഖുർആനിനെ ആളുകളിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ ചിന്തമായി ലോകത്ത് അവതരിപ്പിക്കുമ്പോൾ സമാധാനത്തിന്റെയും, സൗഹൃദത്തിന്റെയും, ശാന്തിയുടെയും, സാഹോദര്യത്തിന്റെയും ഗ്രന്ഥമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള പരിഹാരമായി ഖുർആനെ സ്വീകരിക്കുന്നവരായി നമ്മൾ മാറണം. അതാണ് ഖുർആൻ പാരായണം. ഒരു ശീലമല്ല, അത് ആത്മാവിന്റെ ചികിത്സയായി നമ്മൾ കാണണം. പുറത്തുള്ള രോഗങ്ങൾക്ക് നമ്മൾ ചികിത്സിക്കാറുണ്ട്. നമ്മുടെ മനസ്സിന്റെ രോഗങ്ങൾ നമ്മൾ ഖുർആൻ കൊണ്ട് ചികിത്സിക്കാൻ നമുക്ക് തയ്യാറാകാൻ കഴിയണം സഹോദരങ്ങളെ. പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാത്തത്? ഖുർആൻ ഒരു അക്ഷരവായന മാത്രമായി മാറുന്നു. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങുന്നില്ല എന്നതാണ് കാരണം. ശബ്ദമായി മാത്രം മാറിയാൽ അതൊരു വിഭാഗത്താണ് ഖുർആൻ പാരായണം. പക്ഷേ ഹൃദയത്തിലേക്ക് ഇറങ്ങിയാലേ അതൊരു ചികിത്സയായി മാറുകയുള്ളൂ എന്നത് നമ്മൾ തിരിച്ചറിയണം. ഹൃദയത്തിന്റെ ഉള്ളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് 100 പ്രയാസങ്ങൾക്കുള്ള പരിഹാരമായി വീണ്ടും അതിനെ ശരിയാക്കി ഒരു ഹൃദയവിശാല ഇൻഷിറാഹി മാറാൻ ഖുർആനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. 5ാമത്തെ വിഷയം അല്ലാഹു പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ദിക്ർ, ഹൃദയത്തിന്റെ ആഹാരമാണ് ദിക്ർ എന്നതാണ്. ആ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു മാറാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ച് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടൊന്നുപോലെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തിയിരിക്കുമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹൃദയവിശാലത ലഭിക്കാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ 6 കാര്യങ്ങൾ, 4 വിഷയങ്ങളാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കാവുന്നതാണ്. ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരമായി അതിനെ കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 1ാമത് പറഞ്ഞത് അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുക, തൗഹീദാണ്. അല്ലാഹുവിനെ അങ്ങേറ്റത്തുള്ള അവന്റെ മഹബ്ബത്തും റജാഉം ഖൗഫും ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് തൗഹീദ് അനുസരിച്ച് ജീവിക്കുക എന്നതാണ് അതിൽ 1ാമത്തെ കാര്യം. 2ാമത്തെ വിഷയം തെറ്റുകളിൽ നിന്ന് റബ്ബിലേക്ക് ഓടുക, ഇനാബത്തു ഇലല്ലാഹ് എന്നതാണ്. 3ാമത്തത് സങ്കടങ്ങൾ മുസല്ലയിൽ പറയുക. ഇത് നമസ്കാരമാണ്, സ്വലാത്ത് നമ്മുടെ ജീവിതത്തിന്റെ ആശ്വാസമായി നമ്മൾ കണ്ടെത്തുക എന്നതാണ്.
നാലാമത്തെ വിഷയം ഹൃദയ രോഗങ്ങൾക്കുള്ള മരുന്ന്, അത് ഖുർആനിലൂടെ കണ്ടെത്താൻ നമുക്ക് കഴിയുക. ഇൻഷാ അല്ലാഹ് ബാക്കി രണ്ട് കാര്യങ്ങൾ അടുത്ത കുത്തുബയിൽ സൂചിപ്പിക്കാം. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന്റെ പങ്കാണ്. എല്ലാവരും ഉദാരമായി പള്ളിക്ക് വേണ്ടി സംഭാവനകൾ നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, നേന്തി ഖുർആൻ പുസ്തകം കൈപ്പറ്റിയ ആളുകൾ അതോടൊപ്പം ലഭിച്ച അഡ്മിഷൻ ഫോം അത് തിരികെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും ജനന സർട്ടിഫിക്കറ്റ് സർക്കാർ നിർബന്ധമാക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 27-ാം തീയതിയാണ്. പിന്നീട് സമയപരിധി നീട്ടുകയില്ല എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അറിവുകൾ. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പൗരത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ഏറെ ആവശ്യമായി വരുന്ന കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലൊരു ഉദാസീനത വരുത്താതെ അത് ആ ജാഗ്രതയോടുകൂടി കണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട എല്ലാവരും ആത്മാർത്ഥമായ രോഗങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആദർശ ബന്ധുക്കൾ, കുടുംബമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അള്ളാഹു അവരുടെ രോഗങ്ങളെ ഷിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ, ആദർശ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അള്ളാഹു മാതാപിതാക്കൾ, അള്ളാഹു അവരുടെ അവർക്കും മഹ്ഫിറത്തും റഹ്മത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വർഷയ്യായ ലോകത്ത് പൂർണ്ണമായ ആഫിയത്ത് അള്ളാഹു അവർക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പണ്ഡിതന്മാർ, മാതാപിതാക്കൾ, അള്ളാഹു എല്ലാവിധ ആഫിയത്തും അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപകടകരമായ മാരകമായ രോഗങ്ങൾ നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പകർച്ചവ്യാധികൾ, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മെ നമ്മുടെ നാടിനും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, ഫലസ്തീനിലെ മണ്ണിൽ ഗസയിൽ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ പൂർണ്ണമായ നിർഭയത്വം, അമ്നിനെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കാൽപാദങ്ങളെ അള്ളാഹു നീ അവിടെ ഉറപ്പിച്ചു നിർത്താനാണ്. റഹ്മാനെ, ശത്രുക്കളെ, ഇസ്ലാമിന്റെ ശത്രുക്കളെ കൊണ്ട് തന്നെ അള്ളാഹുവെ നീ പരാജയപ്പെടുത്തണേ. റഹ്മാനെ, والمسلمين والمسلمات والأحياء منكم والأموات إنه مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.